ഹായ്, ഞാൻ അഖിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അഖിലിൻ്റെയും ഭാര്യ മേഘയുടെയും ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് അത് നുണയാണ്, അത് സത്യമല്ല. ഞാൻ അന്വേഷിക്കാതെ ഇട്ടായിരുന്നു. അല്ല കേട്ടോ, അത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടൈം ലൈനിൽ അത് പോസ്റ്റ് ചെയ്തത്. ഇനിയിപ്പം തെളിവൊക്കെ കൊണ്ടുവന്ന് കുറേ പേര് വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ ഭയങ്കര ഇതായിട്ട് തോന്നിയതെന്നറിയാം. പിന്നെ ഞാൻ IT ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ കോന്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഇവനെ കണ്ട പട്ടി വെള്ളം കുടിക്കത്തില്ല, അങ്ങനെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയേക്കുന്നു. ഈ പയ്യൻ നേവി ഉദ്യോഗസ്ഥനാണെന്നാണ് എല്ലാവരും കമൻറ്റിൽ പറഞ്ഞത്. എനിക്ക് അവൻ്റെ ഉദ്യോഗസ്ഥതെന്ന് എനിക്കറിയത്തില്ല. പെൺകുട്ടി അത്യാവശ്യം ഫിനാൻഷ്യൽ സൗണ്ടായ ഒരു കുടുംബത്തിലുള്ളതാണ്. നല്ല ഫാമിലിയാണ്. അമ്മയച്ഛനും ഒക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളവരാണ്. ഒരുപക്ഷെ അവർ സമ്മതിക്കത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം വെച്ചത്. അതിനേക്കാൾ ഉപരി എനിക്ക് മനസ്സിലായൊരു കാര്യം എന്തെന്നറിയാം. അതിൻ്റെ വിഷ്വലാണ് ഞാൻ ഇവിടെ വെക്കുന്നത്, നിങ്ങൾ കണ്ടു നോക്കുക. CCTV ദൃശ്യങ്ങൾ, അടുത്തുള്ള വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ പെണ്ണിനെ മാത്രമാണ് അവൻ ഉദ്ദേശിച്ചെങ്കിൽ നീ ഇറങ്ങി വാന്ന് പറയല്ലേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ പറക്കി കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവൾ ഇട്ടിരിക്കുന്ന ജുവൽസ് കംപ്ലീറ്റ് അതിനകത്ത് ഉണ്ടാവും. അതൊക്കെ തീരുന്നത് വരെ അവൻ നല്ലപോലെ വെച്ച് ഉപയോഗിക്കുക. ശേഷം എടുത്ത് ദൂരെ എറിയും, കാത്തിരുന്നു. അല്ലാതെ ഇതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൾ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് ഓടി പറക്കി കെട്ടി പോകുന്നതെന്ന് നോക്കിയാണ്. ഒരു അല്പം പോലും ഒരു ചിന്തയില്ലാതെ നമ്മളിപ്പോൾ ഒരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ അത് എന്താ പറയുന്നത്, എനിക്കിപ്പോഴും എടുത്തു പറയാനുള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന സംഗതിയാണ്. നമ്മൾ ഗുരുവായൂർ പോയൊരു വിവാഹം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഈ മതവിശ്വാസത്തിലുള്ളവർക്ക് അത്രയും ഭയാനകമായ ഒരു ഇതാണ്. ഭയപ്പെടുന്ന ഒരു സാധനമാണ്. അതൊക്കെ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അത്രയും പേര് സംസാരിക്കുക, അത്രയും പേര് ഇത് ചെയ്യും. ദൈവത്തിനെ പറ്റിക്കുന്നതിന് തുല്യല്ലേ? എന്ത് വൃത്തികെട്ട പരിപാടിയാണിത്. എനിക്കറിയില്ല, എനിക്കത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യവും കലിയും വരുന്നത്. ഇങ്ങനെ പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങുന്നത് കൊണ്ടാണ് പല പെൺകുട്ടികളും പലതും കേൾക്കേണ്ടി വരുന്നത്. അവൻ തല്ലേ, ബുദ്ധിമുട്ടേക്ക്, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ പറയുകയല്ലേ വേണ്ട. വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല വെച്ചാൽ ഓക്കെ. ഇത് അങ്ങനെ യാതൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇന്നലെ വരെ അവൻ്റെ ഒപ്പം താമസിച്ചിട്ട് നമ്മ ഉറങ്ങി കിടക്കുമ്പം ഇറങ്ങി ഈ സാധനങ്ങളും പറക്കി കെട്ടി നൈറ്റി ഇട്ടുകൊണ്ട് അവൻ്റെ കൂടെ വണ്ടി കയറി പോകാൻ കാണിച്ച ഉത്സാഹം ആലോചിക്കുകയാണ്. അതും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒപ്പം താമസിക്കുകയാണ്. ഓർത്ത് നോക്ക്, എന്തായാലും ഇത് പബ്ലിഷ് ആവും, നാട്ടുകാർ അറിയുന്നുള്ളത് അറിയത്തില്ലേ. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസ് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് അവൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അവൻ ബസ് ഡ്രൈവർ എന്നാണ്. ബസ് ഡ്രൈവറല്ല, കിളിയാണ്. ഈ പെണ്ണിന് എന്ത് ബോധം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ ജീവിക്കും? 100% ഇനി അവൻ ചെയ്യാൻ പോണത് ഇവിടെ ഭാഗത്തുണ്ടായിരുന്ന കൊണ്ടുപോയില്ലേ, പറക്കി കെട്ടി കൊണ്ടുപോയില്ലേ, അതെല്ലാം കൂടെ ആയിരിക്കും. താലിയൊക്കെ തിരിച്ചു കൊടുത്തിട്ടാണോ അതും കൂടെ ചുമന്നുകൊണ്ട് പോയോന്ന് അറിയത്തില്ല. സ്വർണത്തിൻ്റെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഉള്ള നല്ല ജുവൽസ് ഉണ്ട്. ഇങ്ങനെയുള്ളവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരാളോട് ഇഷ്ടം തോന്നാൻ പാടില്ലേ, പോകാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പക്ക തെണ്ടിത്തരമാണ്. ഇതിനൊന്നും ഇങ്ങനെയൊന്നും അല്ല മറുപടി പറയേണ്ടത്. നമ്മളും എല്ലാം പറഞ്ഞാൽ ദേ അവിടെ ഇരുന്നോണ്ട് ഒച്ചപ്പാടിട്ടെന്ന് പറയാം. അതുകൊണ്ടാണ് സത്യത്തിൽ അവിടുത്തെ പെണ്ണുങ്ങൾ ഇടപെട്ട് മടരി വെട്ടി അടിക്കുകയാണ് വേണ്ടത്. അവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവനുമായിട്ട് എന്തെങ്കിലും ട്രബിളുണ്ട്, വീട്ടിൽ പറയുക, ഇഷ്ടമില്ലെന്ന് പറയുക, സെപ്പറേറ്റഡ് ആവുക. ദെൻ അതിനൊരു മര്യാദയുണ്ട്. അതിനുശേഷം ഇവൻ്റെ കൂടെ പോയാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇതൊരുമാതിരി ആളെ കളിയാക്കുന്ന കണക്കല്ലേ. ആ ചെക്ക ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? അവൻ്റെ ലൈഫേ പോയി, അവൻ്റെ കരിയറേ പോയി. അവൻ അനുഭവിക്കുന്ന മാനസിക വേദന എന്തോരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ. അവന് ഇങ്ങനെ ഒരു പെണ്ണെ കിട്ടിയ സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാക്കണത്. സുന്ദരിയൊക്കെ അല്ലേ, അത് ഏകദേശമൊക്കെ അങ്ങനെ ഒരു അപ്രാളം ഉള്ളവർക്കൊക്കെ സന്തോഷമായി കാണും. അവരൊക്കെ കിട്ടുന്നെടുത്തിട്ട് കുത്തും. എന്തെല്ലാം പ്രോബ്ലംസ് ആ ചെക്കൻ നേരിടേണ്ടി വരും. ഇപ്പോഴും എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് ഈ ബസ്സിലെ കിളിയുമായിട്ടൊക്കെ ഇവക്ക് ഇങ്ങനെ സെറ്റപ്പ് ആകാൻ ഭർത്താവില്ലേ വീട്ടിലേ. ഭർത്താവ് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള സെക്ഷൽ ലൈഫിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ കുറേ കമൻസ് കണ്ടിരുന്നു. അവനൊരു വേറെ ആണിനോട് ഇഷ്ടമുള്ള ഒരാളാണെന്നോ അങ്ങനെ എന്തൊക്കെയോ കംപ്ലയിൻസ് ഒക്കെ പറയുന്നുണ്ടായിരിക്കും. എന്ത് തന്നെയായിരുന്നാലും നമ്മളൊരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് ഇവിടെ കീപ്പ് ചെയ്യാതെ ഇത്തരത്തിലുള്ള തെണ്ടിത്തരം കാണിക്കുന്നവരെ, ഈ പെണ്ണുങ്ങളെ, ഇതിനൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവും. അതല്ല, പിന്നെ ഇൻസ്പെക്ടർ ബിജു എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് അയാൾ പറയുന്നില്ലേ, വേലി ചാടിയ പശുവിന് കോലി കൊണ്ടാണ് അവസാനം എന്നുള്ളത്. ഇവളെന്താ കരുതുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എത്ര പേരുടെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചാടിപ്പോയ പെണ്ണുങ്ങളൊക്കെ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് അത്ര പ്രാന്താണോ, അത്രയ്ക്ക് കെടുതിയിലാണോ നീയൊക്കെ ഉള്ളത്? ഒരാളുടെ ലൈഫിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പോക്കൃത്തരം തോന്നുന്നത് എങ്ങനെയാണ്? ഇത് ഉറപ്പായും പ്രശ്നം പണമാണ്. കാരണം ഇവനുമായിട്ട് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ 100% ഇവർ തമ്മിൽ തെറ്റുമ്പോൾ അവൻ്റെ സ്വർണ്ണങ്ങളും സ്വത്തുക്കളും അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇവളത് മാത്രമേ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾ കണ്ട ഒരു പരിപാടിയാണ് പാതിരാത്രിക്ക് ഇതെല്ലാം പറക്കി കെട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത്. ആ ചെറുക്കനാകെ ഡൗൺ ആയി തലേപിരാന്തം പിടിച്ച് കയറിയിരിക്കുകയായിരിക്കും.
അതുകൊണ്ട് അവൻ കേസൊന്നും കൊടുക്കത്തില്ല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ കൊണ്ടുപോയതെല്ലാം തിരിച്ചുകൊണ്ട് വയ്ക്കേണ്ടി വരും. നഷ്ടപരിഹാരത്തിന് അവന് കേസ് കൊടുക്കാൻ പറ്റുന്ന എല്ലാ വകുപ്പും ഉണ്ട്. ചെയ്യുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ആകെ തകർന്നിരിക്കുന്നവൻ ഇനിയിപ്പോൾ കേസ് കൊടുത്ത് എന്താക്കാനാണ്? പോയത് പോട്ടേന്ന് വെച്ചിട്ടിരിക്കുമായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ചതി ചെയ്തിട്ട് പോകുന്നത് അനുഭവിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ ഇവളെ സമൂഹമാണ് ശിക്ഷിക്കേണ്ടത്. നമ്മുടെ സൊസൈറ്റിയാണ് ഇവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു പാവപ്പെട്ട പയ്യന് നെറ്റിക്കടിച്ചുകൊണ്ട് അങ്ങനെ പോയി ജീവിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അയ്യേ, എനിക്ക് അയ്യേ പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ ഒരാളെ ബോഡി ഷേമിങ് ചെയ്യല്ല, കമ്പാരിസൺ നടത്തുകയല്ല. എന്ത് കണ്ടിട്ടാണെന്ന്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്ക് ഭയങ്കര ഉയർന്ന ഉദ്യോഗമുണ്ടോ, അല്ലെങ്കിൽ അയാളുടെ വീടുമായിട്ട് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? കിളിയാണ്. അതായത് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കരുതലുണ്ടാവും. ബസ്സിലെ കിളിക്ക് ഒരു കരുതലുണ്ട്. ആ കരുതലാണോ അവൾ ആഗ്രഹിക്കുന്നത്? അതിനേക്കാൾ അവൻ കരുതുന്നില്ലേ? അതും ഓർത്ത് നോക്ക്, രണ്ടുപേരും പ്രണയിച്ചതാണ്. പ്രണയം എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ എന്ന് അർത്ഥം. അപ്പോൾ ഇൻഫാക്ച്വേഷൻ ആയിരുന്നോ? ഇനി നമുക്ക് വേണ്ട ശാരീരിക സുഖം അവൻ തരുന്നില്ല എന്ന് തന്നെ വെക്കുക. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ചെറുക്കനൊക്കെ ഉണ്ടെന്ന് തന്നെ വെക്കുക. അങ്ങനെ ഇപ്പോൾ 2 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. അവൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല എന്ന് തന്നെ വിചാരിക്കണം. പക്ഷെ അതിന് സൊല്യൂഷൻ ഇല്ലേ? ഇതിപ്പം ആളുകൾ ചർച്ചയാകുന്ന തലത്തിലേക്ക് എത്തത്തില്ലല്ലോ. അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി, സെപ്പറേറ്റഡ് ആയി എന്നൊരു പേരല്ലേ വരുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ പോകുമ്പം ഇത്രയും അസംശം വരും, ഇത്രയും കാര്യങ്ങൾ ഡിസ്കഷൻ വരും. അതിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് ഒന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. അതിന് ഇനി മറ്റൊരു വിവാഹമോ അല്ലെ മറ്റൊരു ജീവിത പങ്കാളിയോ ഒക്കെ വരണമെങ്കിൽ ഇതൊക്കെ അവന് തെളിയിക്കേണ്ട ഒരു ഗതികളിലേക്ക് എത്തിയിട്ടില്ലേ കാര്യങ്ങൾ? എന്തായാലും ഒരു കാര്യമുണ്ട്, കുട്ടികളുണ്ടായിട്ടില്ല. സത്യമായിട്ട് ചില സമയത്തെങ്കിലും കുട്ടികൾ ഉണ്ടാകാത്ത ഒരു ഭാഗ്യമാണെന്ന് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശം അനുഭവിക്കേണ്ടി വരുന്നത് കുഞ്ഞുങ്ങളാണ്. ഇത് അവൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇതൊക്കെ പാഴ്സൽ ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ അവൾക്ക് സമയം കിട്ടിയിരിക്കുന്നു. അതവൻ നോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഇവളെ ബ്ലൈൻഡായിട്ട് അവൻ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം. ഇവൾ ഇതൊക്കെ പാഴ്സൽ ചെയ്ത് വെച്ചാലും അവനത് ഗവനിച്ചിട്ടുണ്ടാവത്തില്ല. ഒരുപക്ഷെ വീട്ടിൽ പോകാനെന്ന് അങ്ങനെ പറഞ്ഞു കാണും. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഇത്രയും അത് എടുത്തുകൊണ്ട് വരുന്ന ആ ഫോം കണ്ടു, തുകി പിടിച്ചുകൊണ്ട് വരുന്ന ഫോം കണ്ടാണ്. ദുബായിൽ കണ്ട പോവുക പെണ്ണ്. എവിടെയോ ചെന്ന് കയറാനാണ്. കയ്യിലിരിക്കുന്ന സ്വർണം തീരുമ്പോൾ, അവളുടെ കയ്യിൽ അവൾ കൊണ്ടുവന്ന സ്വർണം തീരുമ്പോൾ കളി മാറി കാണും. കുറച്ച് ദിവസം നല്ല കളിയൊക്കെ നടക്കും. അവൾ ആഗ്രഹിച്ച കളിയൊക്കെ അവിടെ നടക്കും. അത്ര തന്നെ. അതിനപ്പുറം ഈ പെണ്ണിൻ്റെ ലൈഫ് വെറും കോഞ്ഞാട്ട കൂതറയാകും എന്നുള്ളൊരു തർക്കം വേണ്ട. അത് ഒരാളുടെയും നെഞ്ച് നീറി അവരെ വയറഴിഞ്ഞിട്ടല്ല നമുക്കൊരു ലൈഫ് ഉണ്ടാകേണ്ടത്. 100% ആ പയ്യൻ്റെ മനസ്സെത്ര പിടയ്ക്കുന്നുണ്ടാവും, അവരുടെ കുടുംബക്കാർക്ക് എത്ര നാണക്കേടുണ്ടാകും. നീ ഇതെല്ലാം പോട്ടെ, ഇവളെ പെറ്റ് വളർത്തി ഇത്രയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇത്രയും വലിയ ആഘോഷമായിട്ട് ആ വിവാഹം നടത്തിവിട്ട് ആ പേരൻസിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് വയ്ക്കണം. എന്തോ ആകട്ടെ, ഈ ശാരീരിക സുഖമോ അല്ല ഇനിയിപ്പം വേറെ അവനെ കൊണ്ട് കൊള്ളാത്തതാണെന്നോ അല്ലെങ്കിൽ അവന് കുട്ടികൾ ഉണ്ടാവാത്ത എന്താണെങ്കിലും നമുക്ക് നമ്മുടെ പേരൻസിനോട് പറയാൻ പറ്റത്തില്ലേ? അമ്മ ഡോക്ടറെ കണ്ടാണ് ഈ കുട്ടിയുടെ. നല്ല ഹൈ സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിലെ പെണ്ണാണ്. അതാ ഈ വേല കാണിച്ചിരിക്കുന്നത്. എങ്ങനെ ഇവനിത് കറക്കിയെടുത്തു എന്നുള്ളതാണ്. എന്നാലും കറക്കലിൽ പോയി വീണില്ലേ? ഈ ഭർത്തർമതികളായ പെണ്ണുങ്ങളെ ചൂസ് ചെയ്യുന്ന കോവാലന്മാരെ കിട്ടുന്നെടുത്തിട്ട് പൊട്ടിക്കണം. അടിയാണ് ഇതിനൊക്കെ മരുന്ന്. ഈ പണ്ടൊക്കെ നമ്മൾ പറയും സദാചാരവാദം, സദാചാര ഇതെന്ന്. ഇതൊക്കെ എന്ത് തോന്നിവാസമാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ ഇവിടേക്കുള്ള പ്രവാസിമാരുടെ ഭാര്യയൊക്കെ സമ്മതിച്ചു കൊടുക്കണമല്ലോടി, നിന്നെ പോലുള്ള കഴപ്പെടുത്തോളുമാര്. എന്ത് കഴപ്പാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ ആ പയ്യനോട് ഭയങ്കര സിമ്പതി തോന്നുന്നു കേട്ടോ. കഷ്ടം. അത് മിണ്ടുന്നില്ലാതെ വീട്ടിൽ കയറിയിരിക്കുന്നത് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളതെന്നാണ് പറയുന്ന കൂട്ടുകാരൊക്കെ. ശരിയായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒന്നാമത് ഇവിടെ കണ്ടന്റൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നാൽ പിന്നെ ആളുകൾ എടുത്തിട്ട് അർമാദിക്കത്തില്ലേ? പയ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് വയ്ക്കുകയാണ്. ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ വിവാഹത്തിൽ ഇവർ നടത്തിയ എക്സ്പെൻസ് അത് ഈ പെണ്ണിൻ്റെ കൈ കൊണ്ട് വാങ്ങിക്കണം. ഇപ്പോൾ ഒരു വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന പ്രോബ്ലംസ് ആണുങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന ആ നിയമം മാറണം. ജീവനാംശം ചോദിച്ച് ഇവള് അങ്ങോട്ട് പറയുന്നില്ല. ഇവനുണ്ടായ നഷ്ടത്തിന്, മാനനഷ്ടത്തിന് ഇവള് പരിഹാരം കാണണം. ഇവളെ കൊണ്ട് ആ പേയ്മെന്റ് കോടതിയിൽ കെട്ടിവെപ്പിക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ ഇത് അങ്ങനെ തോന്നിവാസം കാണിച്ച് ഇവളൊക്കെ ഇറങ്ങിപ്പോകുമ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുവാണോ? എന്താണ് ഇവക്കൊക്കെ എന്തും കാണിക്കാമെന്നാണോ? നമ്മൾ ഇപ്പം വിശ്വാസ പ്രമാണം വെച്ചിട്ടാണെന്നുള്ള ആലോചിച്ച് നോക്കിക്കാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവിടെ വെച്ച് ചടങ്ങ് നടത്തി 7 വട്ടം എന്തോ 7 ജന്മം വരെ നമ്മൾ ഒന്നിച്ച് പോകണമെന്നുള്ള ഒരു ചടങ്ങൊക്കെയല്ലേ ഇവർ പറയുന്നത്. താലിക്കൊരു മൂല്യമില്ലേ? ഇതൊക്കെ കൊടുത്ത് അത്രയും ഇതായിട്ട് ഒരു കുടുംബത്തിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പം നിനക്ക് വേണ്ട എങ്കിൽ അത് മാന്യമായി പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി മാറി നിന്ന്. ഇപ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, ഓക്കെ എഗ്രീഡ്, നിനക്കൊരു ഹോസ്റ്റലിൽ പോയി നിൽക്കാമല്ലോ, എനിക്ക് അവനെ വേണ്ട.
എനിക്ക് അവനെ വേണ്ട എന്നൊറ്റ ഇതിൽ പോയി ഹോസ്റ്റലിലോ മറ്റോ നിന്നാൽ വീട്ടുകാരെ ഏകദേശം കാര്യം മനസ്സിലാകും, നാട്ടുകാർക്കും പിടികിട്ടും. ഇത് അവൻ്റെ ഒപ്പം കിടന്നുറങ്ങി തലേന്നു. എടാ കൊണ്ടുപോണ ബെങ്കു, ഇന്ന് ഇവനെ പറ്റിച്ചിട്ട് ചാടി നിൻ്റെകൂടെ വന്ന ഈ തുഴച്ചി നിന്നെയും വിട്ടിട്ട് പോകും. നീ ഇവളെ കഴപ്പ് നിന്നെ കൊണ്ട് അടക്കാൻ വെക്കുമെന്ന് നീ വിചാരിക്കുമല്ലോ വേണ്ട. ഇവളെ കഴപ്പിന് അവൾ വേറെ ആളെ തേടി പുതിയ ആളെ തേടുമ്പോൾ അവൻ അനുഭവിച്ച അതേ വേദന നീ അനുഭവിക്കും. നീ നോക്കിക്കോ. എവളെ വിശ്വസിച്ച് നീ കൊണ്ടുപോയില്ലേ? നിനക്ക് ഉദ്ദേശം പണമാണെന്നുള്ളത് ഏത് മന്ദബുദ്ധിക്ക് മനസ്സിലാവും. കാരണം പാതിരാത്രി അവളുടെ വീട്ടിൽ അവളുടെ നൈറ്റിയോടുകൂടി നീ അവളെ കയറ്റിക്കൊണ്ട് പോകുന്നെങ്കിൽ അവൾ എംപ്റ്റി ഹാൻഡി വരണം. ഇത് രണ്ട് കയ്യിലും തൂങ്ങാൻ പിടിക്കാൻ പറ്റാത്ത അത്രയും സാധനങ്ങളും ചുമന്ന് കെട്ടിക്കൊണ്ട് വരുന്ന അവള് ലോക കൂറേ. ആ കൂറ വേണം നിന്റെ ഭാര്യയായിട്ടിരിക്കണമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെപ്പോലൊരു മണുഗുണാഞ്ച കഴുത വേറെ ഇല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അട്ടർ ഫേക്കാണ് ആ സ്ത്രീ, അട്ടർ ഫേക്കാണ്. ഈ ചന്ത ഉള്ളതിനെയൊന്നും കൂടുതൽ അടുപ്പിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണ്. ഞാൻ എല്ലാവരെയും പറയണമെന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വരണ്ട, സത്യത്തിൽ കണ്ടിട്ട് മനം പൊറുക്കാതെ പറയുന്നതാണ്. എന്ത് വൃത്തികെട്ട സ്ത്രീയാണോ എന്തോ, എങ്ങനെ മനസാക്ഷി അനുവദിക്കുന്ന എന്തോ, എന്ത് വൃത്തികെട്ട സ്വഭാവമുള്ളവർക്കാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇല്ലേ ഇതിനകത്ത്? ലോകത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും ഇതൊക്കെ കണ്ടാൽ? കുറേ എണ്ണം ആണുങ്ങളോടെ പോകാൻ വേണ്ടി സ്വന്തം കൊച്ചുങ്ങളെ തല്ലിക്കൊല്ലുന്നു. ഇവളുമാരെയൊക്കെ കഴപ്പ് തീരാൻ എന്താ ചെയ്യേണ്ടതെന്ന് കുറേ കഴപ്പെടുത്ത പെണ്ണുങ്ങൾ എന്തോ പറയാനാണ്. ഇത് അങ്ങനെ അല്ലാതെ എങ്ങനെ പറയുക? എങ്ങനെ മര്യാദയുടെ ഭാഷയൊക്കെ പറയും? ഇതൊക്കെ നാട്ടും പുറത്തുള്ള പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സാധനങ്ങൾ ആട്ടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത്. എനിക്ക് ഇങ്ങനെയും ഉണ്ടാ പെണ്ണുങ്ങൾ. ആ ചെറുക്കനാണെങ്കിൽ ഒരു സാധു കുട്ടിയാണ്. ഇനി അവർക്കിടയിൽ ഇന്റേണലി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോലും ഇതല്ലല്ലോ അതിൻ്റെ വഴി. ഇതൊരിക്കലും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ പറ്റുന്നൊരു സാധനമല്ല. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ കുട്ടികൾക്ക് വന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. പെണ്ണ് ഒരുമ്പട്ടാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ്. ഇങ്ങനെയുള്ള കുറേ 6 വാണികളുണ്ട് നമുക്ക് ചുറ്റും, അത്ര തന്നെ. അങ്ങ് തുനിഞ്ഞങ്ങ് ഇറങ്ങിയേക്കാണ്. ഇനി അവൻ കയറി കെട്ടിയിട്ടുണ്ടോ അതൊന്നും നമുക്കറിയത്തില്ല. ഇനി ഇല്ല എങ്കിൽ ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ഇനി വരും ദിവസങ്ങളിലേ അറിയുള്ളൂ. ആ ചെറുക്കൻ എങ്ങനെ പിറ്റേന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ സാധനങ്ങളും ഇല്ല, സർവത്രവും ഇല്ല, കൂടും കുടുക്കയും എടുത്തോണ്ട് എടുത്തി ഇറങ്ങി പോയേക്കുന്നു. നാട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് ആ ചെറുക്കൻ അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് ആലോചിക്കുകയാണ്. അതുകൊണ്ട് കേസ് കൊടുത്തെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് വിചാരിച്ചിട്ടാണ്. ഇവൾ അവിടെ പോയി അത്യാവശ്യം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ പോലീസ് അമ്മ പറയുന്നത് അവൻ്റെ കൂടെ പോകുന്നത്. എനിക്ക് സൗകര്യമില്ല, എനിക്ക് ടേസ്റ്റ് തോന്നിയത് മറ്റേ ചേട്ടൻ്റെ അടുത്താണ്, ആ കളിയായിരുന്നു നല്ല, ഈ കളി കൊള്ളത്തില്ല എന്ന് പക്കാ പറഞ്ഞിട്ട് അവൻ്റെ ഒപ്പം വിട്ടേക്കുന്ന പോലീസ്. വൈകമി ഇല്ലേ? വൈകമി ഉണ്ടല്ലോ, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിനെതിരെ കർശനമായിട്ട് നടപടി എടുക്കേണ്ടതാണ്. എന്താണ് അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടതെന്ന് അറിയാൻ വയ്യ. ചിലപ്പോൾ അവൻ മൗനമായിട്ടുണ്ടായിരിക്കും. അവന് 100% കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ ഒരാളെ വിശ്വാസവഞ്ചന കാണിക്കുന്നതെന്ന് ഇവിടെ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ തെളിവ് വയ്ക്കണം. രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റഡ് ആയിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകൾ വേണം. ഇപ്പോൾ ഇവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കോടതിയിൽ കൊടുത്തതായിട്ടുള്ള തെളിവുണ്ടെങ്കിലും ചെയ്യാം. ഇതങ്ങനെ ഒന്നുമില്ലാതെ അവൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മൂത്തിപ്പറക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ കൊടുക്കേണ്ടത്, ഒന്നാമത്തെ കേസ് കൊടുക്കേണ്ടത് അവൻ്റെ വീട്ടിലെ സാധനങ്ങൾ കാണാനില്ലെന്നായിരിക്കണം. അവൻ്റെ സ്വർണ്ണങ്ങൾ ഉൾപ്പെടെ കാണാതെ പോയിട്ടുണ്ടെന്നുള്ള കേസ് ആദ്യം കൊടുക്കണം. 2 വൈകമിക്ക് കേസ് കൊടുക്കണം. ഇത് 2 കൊടുത്ത് അവളെ പെടുത്തുകയാണ് വേണ്ടത്. കാരണം വിട്ടുകൊടുക്കരുത്. ഇത് നിങ്ങളെല്ലാം ആണുങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നാണ് എനിക്ക് അഖിലിനോട് പറയാനുള്ളത്. നിങ്ങൾ മൊത്തം ആണുങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. കാരണം ഇമാതിരി തോന്നിവാസം ഇനി ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നെറ്റിയടി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ അനുവദിച്ച് കൊടുക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്തുള്ള കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. കുറേ എണ്ണം വന്നങ്ങനെ കമൻറ്റ് എഴുതി തള്ളുന്നുണ്ടായിരുന്നു, അവനെയൊന്നും പറയണ്ട അവളെയൊന്നും പറയണ്ടെന്ന്. ആരെ ഭാഗത്താണ് തെറ്റാണെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കേ അറിയുള്ളൂ. നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റൂ. പക്ഷേ സംഗതി കറക്റ്റായ സാധനങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിടും. അല്ലാതെ ചുമ്മാതെ എവിടെന്നെങ്കിലും ഏറിയെന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. തെളിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. കുറച്ച് ഏർലി ആയി പോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി എൻ്റെ അതിലേക്ക് കയറാൻ വരണ്ട. നുണയാണെന്നും പറഞ്ഞു. എനിക്ക് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ചെറുക്കൻ കൊണ്ടുപോയി കേസ് കൊടുത്താൽ ഞാൻ തൂങ്ങൂലേ? അങ്ങനെ ഒരു വിഷയം അവിടെ നടന്നിട്ടില്ലെന്ന് സർവത്രിക പേർക്കും എല്ലാവർക്കും അറിയാം. ആരിടും എന്നുള്ള വെപ്രാളത്തിൽ ഇരുന്നിട്ടുണ്ടാവാം. എന്ത് തന്നെ ആയാലും എൻ്റെ ടൈം ലൈനിൽ വരുന്നതൊന്നും നുണ കാര്യങ്ങളല്ല. നുണ പറയേണ്ട കാര്യം എൻ്റെ ഈ ചാനലിനില്ല. നന്ദി.